കേരളം ആസ്ഥാനമായ എയർ കേരളയ്ക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതായി ദുബായിലെ പ്രാദേശിക എയർലൈൻ കമ്പനിയായ സെറ്റ് ഫ്ലൈ ചെയർമാനും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ അഫി അഹമ്മദ് UPC അറിയിച്ചു. ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ആഭ്യന്തര സർവീസ് തുടങ്ങുന്നതിനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ NOC ലഭിച്ചത്. പ്രവാസി മലയാളികളുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു കേരളത്തിന് സ്വന്തമായി ഒരു വിമാന കമ്പനി എന്നത്. എയർ കേരള എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഗൾഫിലേക്ക് കേരളത്തിന്റെ സ്വന്തം ബജറ്റ് വിമാന സർവീസ് എന്ന ദീർഘകാല ആവശ്യമാണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. എയർ കേരള യാഥാർത്ഥ്യമാവുന്നതിലൂടെ കേരളത്തിന്റെ ടൂറിസം ട്രാവൽ രംഗത്ത് ഒരു വിപ്ലവം തന്നെ ഉണ്ടാകുമെന്നും കേരള പ്രവാസികളുടെ വിമാനയാത്രാ ക്ലേശങ്ങൾക്ക് വരും വർഷങ്ങളിൽ തന്നെ അറുതി വരുമെന്നും സെറ്റ് ഫ്ലൈ ഏവിയേഷൻ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട പറഞ്ഞു. തുടക്കത്തിൽ ടയർ 2, ടയർ 3 നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസ്. ഇതിനായി 3 ATR 72-600 വിമാനങ്ങളാണ് ഉപയോഗിക്കുക. നിർമ്മാതാക്കളിൽ നിന്ന് വിമാനങ്ങൾ നേരിട്ട് സ്വന്തമാക്കാനുള്ള സാധ്യതകളും തേടുന്നുണ്ട്. സ്ഥാപനത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള വ്യോമയാന മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെയും പരിഗണിക്കും. അധികം വൈകാതെ വിമാനങ്ങളുടെ എണ്ണം 20 ഉയർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. ഇത് മലയാളി പ്രവാസികൾക്ക് നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ്. കമ്പനി CEO ഉൾപ്പെടെ പ്രധാന തസ്തികയിലേക്ക് ഉള്ളവരെ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉചിതമായ സമയത്തുണ്ടാകും. മലയാളി സമൂഹത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. 25 വർഷത്തെ എയർലൈൻ ട്രാവൽ മേഖലയിലെ യാത്രയിലെ ഏറ്റവും വലിയ സ്വപ്നം കൂടിയാണ് ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ആദ്യമായി കേരളം ആസ്ഥാനമായി വരുന്ന വിമാന കമ്പനി, പ്രവാസി തുടങ്ങുന്ന ഒരു വിമാന കമ്പനി എന്നിങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഇതിനുണ്ട്. എയർ കേരള, അതായത് airkerala.com എന്ന ബ്രാൻഡിലാകും കമ്പനി സർവീസുകൾ നടത്തുക എന്ന് അഫി അഹമ്മദ് പറഞ്ഞു. പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളെയും ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ട കാര്യങ്ങൾ ആലോചനയിലാണെന്നും അഫി അഹമ്മദ് പറഞ്ഞു. കമ്പനി യാഥാർത്ഥ്യമാകുന്നതോടെ ആദ്യ വർഷം തന്നെ കേരളത്തിൽ മാത്രം വ്യോമയാന മേഖലയിൽ 350-ൽ പരം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കമ്പനി പ്രതിനിധി അറിയിച്ചു. ഒരു വർഷം മുമ്പാണ് അഫി അഹമ്മദ് 1 മില്യൺ ദിർഹം, അതായത് ഏകദേശം 2.2 കോടി രൂപ നൽകി airkerala.com ഡൊമൈൻ സ്വന്തമാക്കിയത്. മെഹ്മാൻ ദുബായ് ഹോട്ടലിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സെറ്റ് ഫ്ലൈ ഏവിയേഷൻ ചെയർമാൻ അഫി അഹമ്മദ് UPC, വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട, കമ്പനി സെക്രട്ടറി ആഷിഖ്, ജനറൽ മാനേജർ സഫീർ മഹ്മൂദ്, ലീഗൽ അഡ്വൈസർ ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഒരു ആഭ്യന്തര വിമാന കമ്പനി ആരംഭിക്കാനും പിന്നീട് ഗൾഫ് കേരള സെക്ടറിലേക്ക് താങ്ങാനാകുന്ന നിരക്കിൽ സർവീസ് നടത്തുന്ന ഒരു അന്താരാഷ്ട്ര വിമാന കമ്പനിയായി വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നുവെന്ന് അഹമ്മദ് വിശദീകരിച്ചു. എയർ കേരള സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കടമ്പയാണ് NOC. രാജ്യാന്തര സർവീസുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തദ്ദേശീയമായി സർവീസ് നടത്തും. വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് ഒരു എയർ ഓപ്പറേറ്റേഴ്സ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ATR 72-600 വിമാനം ഉപയോഗിക്കും. ഇതിന് 8 മുതൽ 9 മാസം വരെ സമയമെടുക്കും. ഞങ്ങൾ വിമാനം വാങ്ങിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് എയർ കേരള പ്രാദേശികമായി സർവീസ് നടത്തും. തുടക്കത്തിൽ ടയർ 2-3 നഗരങ്ങളെ ദക്ഷിണേന്ത്യയിലെ ടയർ 1 നഗരങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ശ്രദ്ധ. എയർ കേരള യാഥാർത്ഥ്യമാവുന്നതിനു വേണ്ടി ഞാനും എന്റെ പങ്കാളികളും വിശ്രമമില്ലാതെ അധ്വാനിച്ചു. ഇതിനിടെ പലരും ഈ സംരംഭത്തെ തള്ളിക്കളയുകയും ഒരിക്കലും നടക്കാൻ പോകില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്തു. ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട്. എങ്കിലും NOC ലഭിച്ചത് വലിയൊരു ചവിട്ടുപടിയാണെന്ന് അഫി അഹമ്മദ് പറഞ്ഞു.